ഐ എം ഡോക്ടർ മിഷൽ ജോണി, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോസർജൻ, അപ്പോളോ ആഡ്ലക്സ് ഹോസ്പിറ്റൽ. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് പ്രോസസ്സാണ് ഡിസ്കിൻ്റെ അസുഖം. നടുവേദന, കഴുത്തുവേദന, അതുപോലെ തന്നെ കഴുത്തിൽ നിന്നും കൈകളിലേക്ക് ഷൂട്ട് ചെയ്യുന്ന വേദന, നടുവിൽ നിന്നും കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഡിസ്കിൻ്റെ അസുഖമായിട്ട് നമ്മൾ ധരിക്കാറുള്ളത്. അത് കോമൺ ആയിട്ടുള്ളൊരു ഡിസീസ് പ്രസൻറ്റേഷനാണ്. പക്ഷേ ഇത് കൂടാതെ മറ്റ് ചില ബുദ്ധിമുട്ടുകളും രോഗികൾക്കുണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, തരിപ്പുണ്ടാവുക, ഏതെങ്കിലും മസിൽ ഗ്രൂപ്പ് ശോഷിക്കുക, അതായത് മസിൽ വേസ്റ്റിംഗ് എന്ന് പറയും, അത് ബലക്കുറവുണ്ടാവുക. ചില ഘട്ടങ്ങളിൽ കൈകളുടെ വിരലുകൾക്ക് ബലക്കുറവുണ്ടാവുക. നമുക്ക് സാധാരണ ഡെയിലി ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ്, അതായത് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക, ഭക്ഷണം കഴിക്കുക, ചെറിയ സാമഗ്രികൾ കൈകൊണ്ട് എടുക്കാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതും ഡിസീസിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. ഇത്തരം വളരെ ചെറിയ വിഷയങ്ങളെ പലപ്പോഴും പേഷ്യൻറ്റും ഈവൻ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് വരെ അറിയാതെ ഓവർലുക്ക് ചെയ്ത് പോകാറുണ്ട്. ഇതൊക്കെ ഡിസീസിൻ്റെ പ്രാരംഭത്തിലുണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ പ്രായത്തിൻ്റേതായിട്ടും സ്വതവേ ഇത്തരം അസുഖങ്ങളുള്ള ആൾക്കാർക്ക് മറ്റ് അസുഖങ്ങളും ഉണ്ടാവും. BP, ഷുഗർ, മറ്റ് പെരിഫറൽ ന്യൂറോപ്പതി ഇഷ്യൂസ്, ഇതിൻ്റെയൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുമുണ്ട്. പക്ഷേ വാസ്തവത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഡിസീസിൻ്റെ ഒരു ലക്ഷണമാവാറുണ്ട്. അത് കൃത്യസമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ ക്യൂർ ചെയ്യാനും പേഷ്യൻറ്റിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാവുന്നതുമാണ്. അതുപോലെ തന്നെ ഒരു കോമൺ നോഷൻ ഓർ പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഒരു ആങ്ഷൈറ്റി എന്താണെന്ന് വെച്ചാൽ, ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ക്യൂർ അല്ലെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനമായ കാരണം കൃത്യമായ ഡയഗ്നോസിസ്, കൃത്യമായ സമയത്ത് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാതെയും പോകുന്നതുകൊണ്ടാണ്. ഒരു സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9 എന്ന് പറയുന്ന പോലെ കൃത്യസമയത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഡിസീസസിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പർലി ആൻഡ് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും എക്സ്പേർട്സിൻ്റെ അടുത്ത് എത്താതെ പല രീതിയിലുള്ള ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലൂടെയും കറക്റ്റ് ഡിസീസ് പ്രോസസ്സിൻ്റെ ഡയഗ്നോസിസ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് എക്സാക്റ്റ് ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ ട്രീറ്റ് ചെയ്തു പോകുന്നതിലൂടെയാണ് നമുക്ക് സമയം നഷ്ടമാവുന്നതും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബെനിഫിറ്റിലേക്ക് രോഗിക്ക് ഒരിക്കലും എത്താൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്പൈൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത് എത്രയും നേരത്തെ എത്തുകയും അത് കൃത്യമായ കാരണം ഈ ഡിസീസിൻ്റെ അഡ്രസ്സ് ചെയ്യുകയും അത് ഡയഗ്നോസ് ചെയ്യുകയും ആ പേഷ്യൻറ്റിൻ്റെ ലക്ഷണം, അസുഖത്തിൻ്റെ കാലപരിധി, MRIയിലുണ്ടാകുന്ന അല്ലെങ്കിൽ സ്കാൻസ്, ഇമേജിങ്സിലുണ്ടാകുന്ന ഫൈൻഡിങ്ങുമായിട്ടുള്ള ഇതിൻ്റെ കൊറോബറേഷൻ, ഈ അസുഖത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത് തുടങ്ങിയത് മുതൽ ഡോക്ടറുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് വരെയുള്ള കാലാവധി, ഇതെല്ലാം കൂടി കണക്റ്റ് ചെയ്ത് അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് ആഗ്രഹമുള്ള രീതിയിലുള്ള ഒരു ബെനിഫിറ്റോ ക്യൂറോ ഉണ്ടാകുന്നത്. ഈ എക്സ്പേർട്സിൻ്റെ അടുത്ത് എത്തിയിട്ടില്ലെങ്കിലുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും താൽക്കാലികമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഇത്തരം അസുഖങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ അതൊരു ബെയറബിൾ, കംഫർട്ടബിൾ ലെവലിലേക്ക് കുറയും എന്നുള്ളതല്ലാതെ അതൊരു ക്രോണിക് ഡിസീസായിട്ട് മാറുകയും അതിനൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കംപ്ലീറ്റ് ക്യൂർ പോസിബിളായിട്ട് വരികയില്ല. അതുകൊണ്ടാണ് ഡിസീസിൻ്റെ കാര്യത്തിൽ കൃത്യമായ രോഗനിർണയം കൃത്യമായ എക്സ്പേർട്സിൻ്റെ അടുത്ത് എത്തി നേരത്തെ തന്നെ ചെയ്യേണ്ടതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യഥാസമയത്ത് വേണ്ട രീതിയിൽ എടുക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ഇനി മറ്റൊരു കൺസേൺ പേഷ്യൻസിൻ്റെ ഇടയിലും പബ്ലിക്കിൻ്റെ ഇടയിലും ഉണ്ടാകുന്നത്, ഡിസ്കിന് എല്ലാം കീഹോൾ സർജറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുമല്ല, കീഹോൾ സർജറി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രം ബെനിഫിറ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അത് ഡിസ്കിൻ്റെ എണ്ണം, അതിൻ്റെ പ്രൊലാപ്സ് ചെയ്യുന്ന ലൊക്കേഷൻ, അതിൻ്റെ ബൾജ്, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ സിംറ്റം, ഈ ഡിസ്ക് വരാനായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഇത് ബൈലാറ്ററൽ ഡിസീസാണോ മൾട്ടി സെഗ്മെൻ്റൽ ഡിസീസാണോ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. കീഹോൾ സർജറികളും കീഹോൾ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സും എല്ലാ പേഷ്യൻസിനും ചേർന്ന ഒരു സ്ട്രാറ്റജി അല്ല. അത് സെലക്റ്റീവായിട്ടുള്ള ഒരു ചെറിയ പോപ്പുലേഷന് മാത്രം ഇഫക്റ്റീവായിട്ടുള്ളതാണ്. മറ്റുള്ള കേസുകളിൽ കൺവെൻഷണൽ സ്ട്രാറ്റജീസ് തന്നെയാണ് എപ്പോഴും നല്ലതായിട്ട് വരിക. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പബ്ലിക്കിൻ്റെ ഇടയിൽ കീഹോൾ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അമിത ആഗ്രഹവും ഒരു ലൈക്ലിനെസ്സും ഉണ്ട്. പക്ഷേ ഇഫ് യു ഡു എ റോങ് പ്രൊസീജിയർ ഫോർ എ റോങ് പേഷ്യൻറ്റ്, ആ ഡിസീസിൻ്റെ കൺട്രോൾ പ്രോപ്പറായിട്ട് വരാതിരിക്കുകയും അത് ഡെഫിനറ്റ്ലി റെക്കർ ചെയ്യും. Then you will have to go back and do the proper procedure subsequently.